ഇവിടെ കോട്ടപ്പടിയെ സംബന്ധിച്ച് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കോതമംഗലത്ത് 5 പഞ്ചായത്തുകളിൽ ഏറെയും കുറഞ്ഞും വന്യമൃഗശല്യം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിരവധി പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തും അതോടൊപ്പം തന്നെ ജില്ലാ വികസന സമിതി പോലുള്ള വേദികളിലുമൊക്കെ ഈ വിഷയങ്ങൾ നമ്മൾ ഉന്നയിക്കുകയും അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എന്ന പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് വളരെ കൃത്യമായ ഇടപെടൽ, ആവശ്യമായ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് ഇന്ന് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ, അത് ട്രെഞ്ച്, ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള അത്തരം പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് പൂർണ്ണമായി എന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നു എന്നുള്ളതാണ് ഞാൻ ഉന്നയിച്ചൊരു ആക്ഷേപം. അപ്പോൾ അതേ സംബന്ധിച്ച് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ കഴിഞ്ഞ വർഷമാണ് മുട്ടത്തുപാറയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി. അതിൻ്റെ തുടർച്ചയിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായതിൻ്റെ ഭാഗമാണ് അവിടെ ആവശ്യമായ ഫണ്ട് അനുവദിച്ചത്. ആ വർക്ക് എടുക്കാൻ ചില കാലതാമസം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. എന്നിരുന്നാലും അവിടെ കിണർ പുനർനിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിനകത്ത് അടക്കം കൃത്യമായി ഇടപെടാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയിലും ഒറ്റപ്പെട്ട നിരവധി സംഭവങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ ആവശ്യമായ നഷ്ടപരിഹാരം വാങ്ങി കൊടുക്കുന്ന കാര്യത്തിൽ അത് വനംവകുപ്പ് എന്നുള്ള നിലയിൽ മാത്രമല്ല ജില്ലാ ഭരണകൂടം വളരെ കൃത്യമായി, ഇതിന് കളക്ടർ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ, നേരത്തെ ഇരുന്ന കളക്ടർ ശ്രീ NSK ഉമേഷ് IAS ഉൾപ്പെടെ വ്യക്തിപരമായ താല്പര്യമെടുത്തും പല വേളയിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്നുമൊക്കെ ആവശ്യമായ ഫണ്ട് തുക അവർക്കെല്ലാം കൊടുക്കുന്ന സമീപനമൊക്കെ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഉന്നയിക്കാനുള്ളൊരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരുപാട് ഇടപെടലിൻ്റെയും അല്ലെങ്കിൽ ഒരുപാട് പ്രതിഷേധത്തിൻ്റെയും നിരന്തരമായി നടത്തിയ ഇടപെടലിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്ര വലിയൊരു വർക്ക് ഈ പ്രദേശത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് വരുമ്പോൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിനകത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തി എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് എനിക്ക്. അവരെന്ത് വാദഗതി ഉന്നയിച്ചാലും ഈ കാര്യത്തിനകത്ത് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. അത് ഇനി അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കളക്ടറോട് നേരിട്ട് എത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കൃത്യമായി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അത് കളക്ടർ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ടുള്ള കൃത്യമായ ഇടപെടൽ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി കോതമംഗലം MLA എന്നുള്ളതിൽ എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണ് നിലവിൽ തീരുമാനം? തീരുമാനം എന്താണ്? ഇതില് ഓൾറെഡി DFO ഉറപ്പ് തന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു കാര്യത്തിൽ പിന്നെ കിണറുടെ ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ DFOയുടെ ഒരു കാര്യം മുമ്പോട്ട് പോകും. പിന്നെ ഈ സോളാർ ഫെൻസിങ്ങിന്റെ കാര്യത്തിൽ നമ്മുടെ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. അത് DFOയും ഞാനും പിന്നെ ബഹുമാനപ്പെട്ട MLA എല്ലാവരും ഒരു കൂട്ടിച്ചേർത്ത് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ നല്ല കാലാവസ്ഥയുണ്ട്, നമുക്ക് വർക്ക് ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. താങ്ക് യു. നമുക്ക് അവസാനിക്കാം. ആ ഒരു